ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തവാങ്ങിലാണ്. തവാങ്ങിലെ ഒരു ബുദ്ധ സ്റ്റാച്യുവിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിമനോഹരമായിട്ടുള്ള സ്റ്റാച്ചു ആണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്റ്റാച്ചു ആണ് കേട്ടോ. ആ സ്റ്റാച്ചുവിൻ്റെ കാഴ്ചയാണ് ഇന്ന് രാവിലത്തെ ആദ്യത്തെ കാഴ്ച. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുന്നതിൻ്റെ ഒരു സ്റ്റാച്യു ആണ് കേട്ടോ കാണുന്നത്. ഇവിടെ ഒരു ഫോട്ടോസ് എടുക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ലവ് തവാങ്, ഇതിൻ്റെ ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് പ്ലേസസ് ഓഫ് തവാങ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ ഇവിടെ അതിൻ്റെ ആ സ്റ്റാച്യു ഇല്ല, സ്റ്റാച്യുവിൻ്റെ ഉള്ളിൽ ഒരു മുറിയുണ്ട് കേട്ടോ. ആ മുറിയിൽ ദലൈലാമയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്, ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അതുപോലെ ബുദ്ധൻ്റെ ജീവിത കാലഘട്ടത്തിൽ ആ കഥകളുണ്ടല്ലോ, ആ കഥകളൊക്കെ തന്നെ ചിത്രങ്ങളായിട്ട് അവിടെ ചുമരിലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോയാൽ കാണാൻ പറ്റുന്നത്. ഭാരതത്തിൻ്റെ ഒരു ഗംഭീര പതാകയുണ്ട് കേട്ടോ, ത്രിവർണ്ണ പതാക. സൈലേക്ക് 240 കിലോമീറ്ററാണ്, ബാങ്കോക്കിലേക്ക് 2629 കിലോമീറ്റർ, അതുപോലെ തന്നെ സിഡ്നിയിലേക്ക് 9254 കിലോമീറ്റർ. ഇവിടെ കിലോമീറ്ററുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാരീസിലേക്ക് 699 കിലോമീറ്റർ, ന്യൂയോർക്കിലേക്ക് 1276 കിലോമീറ്റർ, ന്യൂഡൽഹിയിലേക്ക് 1441 കിലോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഈ ഒരു തൂണിൻ്റെ മുകളിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഈ തവാങ് ടൗൺഷിപ്പിൻ്റെ ഒരു 360 ഡിഗ്രി ആംഗിളിൽ ആ മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ താമസിച്ച റൂമിൻ്റെ അടുത്താണ് കേട്ടോ. രാവിലെ ഞാൻ എടുത്ത ഒരു ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ടിൻ ഷീറ്റിലെ പല കളറിലിങ്ങനെ അതിൻ്റെ മേൽക്കൂര കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ നല്ല വൃക്ഷങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടേ. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് തവാങ്ങിലെ ഒരു ബിഗ്ഗസ്റ്റ് മൊണാസ്ട്രിക്ക് മുന്നിലാണ് ഉള്ളത്. ഇത് ഏകദേശം ഒരു 1600-ലാണ് ഈ മൊണാസ്ട്രി ഉണ്ടാക്കിയിരിക്കുന്നത്. 5ാമത്തെ ദലൈലാമ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ മൊണാസ്ട്രി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ലോകത്തിലെ തന്നെ 2ാമത്തെ, ലാസ കഴിഞ്ഞാൽ 2ാമത്തെ ഒരു ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മൊണാസ്ട്രിയാണ് ഇത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ മൊണാസ്ട്രി. ഇവിടെ ഒരു 60ഓളം കെട്ടിടങ്ങൾ സെപ്പറേറ്റ് ആയിട്ട്, ഒരു 60ഓളം ഗ്രൂപ്പ് ഓഫ് ആയിട്ടുള്ള ഒരു കെട്ടിടങ്ങൾ ബുദ്ധമത പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബുദ്ധമതക്കാരെ സംബന്ധിച്ചിടത്തോളം തവാങ്ങിലെ ഈ മൊണാസ്ട്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ഇവിടെ ഒരു സ്കൂളുണ്ട്, പഠനശാലയുണ്ട്, അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. വലിയൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ വന്നാൽ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും 2ാമത്തെ ബിഗ്ഗസ്റ്റ് മൊണാസ്ട്രിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ. ലൈക്ക് കൊടുക്കാൻ പ്രത്യേകം ഞാൻ പറയുകയാണ്. ലൈക്കൊക്കെ കുറവുണ്ട് ഇപ്പോഴേ, നന്നായിട്ട് ലൈക്ക് ചെയ്തേക്കും. കയറി ചെല്ലുമ്പോൾ തന്നെ പ്രവേശന കവാടം ഇങ്ങനെയാണ് കേട്ടോ. ആ തിബറ്റൻ ബുദ്ധിസ്റ്റ് രീതിയിൽ ഉള്ള ഒരു പ്രവേശന കവാടത്തിലൂടെയാണ് നമ്മൾ ഉള്ളിലോട്ടേക്ക് കടന്നു പോകുന്നത്. നമുക്കിനി നമ്മുടെ കൂട്ടുകാരൊക്കെ മുന്നോട്ട് പോയി. ഞാനും എൻ്റെ സഹധർമ്മിണിയും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നതാണ്. ഇവിടെ കുറേ മരങ്ങളുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ വണ്ടി ധാരാളമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ വർക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ടൂറിസ്റ്റുകളാണ്. തവാങ് മൊണാസ്ട്രി സാങ്ക എലൈറ്റഡ് കഫേ, ഇത് ചായക്കടയാണ് കേട്ടോ. കാപ്പി കുടിക്കാം അവിടെ കയറിയിട്ട്.
നമുക്ക് ഇച്ചിരി വേഗത്തിൽ പോവാം. ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് പോയതാണ്. ഇവിടെ ട്രഡീഷണൽ കൾച്ചറൽ പ്രോഗ്രാംസ് ഫോർ ടൂറിസ്റ്റ് ഫോർ 1 hour. സ്നോ ലയൺ കൾച്ചറൽ സൊസൈറ്റി തവാൻ ഒരു ബോർഡുണ്ട് കേട്ടോ. ഈ പ്രാർത്ഥനാ വീല് ഇവിടെയും ഉണ്ട്. ഏത് മൊണാസ്ട്രിയിലും കാണുന്ന പോലെ പ്രാർത്ഥനാ വീലിന് ബുദ്ധമതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ എന്ത് ആഗ്രഹിച്ചിട്ട് ഈ വീല് കറക്കുന്നോ അതൊക്കെ നടക്കുമെന്നുള്ളതാണ് വിശ്വാസം. ഒരുപാട് കെട്ടിടങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. പലതരം ആത്മീയമായ കാര്യങ്ങൾക്ക്. ഇപ്പോൾ ലാമമാരാണ്, അവരുടെ മത പുരോഹിതന്മാരും ഇവിടുത്തെ ജോലിക്കാരും. ഈ വേഷം ഒരു ട്രഡീഷണൽ ഡ്രസ്സായിരിക്കും അവരൊക്കെ ധരിക്കുന്നത്. ഇതൊരു പഴയ കെട്ടിടമാണ് കേട്ടോ, പഴയ ശൈലിയിലെ കെട്ടിടമാണ്. വലിയൊരു പ്രാർത്ഥനാ വീല് അവിടെ കാണാൻ കേട്ടോ. ഓക്കെ, വലിയൊരു പ്രാർത്ഥനാ വീലാണ്. ഇതിനൊക്കെ ബുദ്ധമതത്തിൽ ആ എഴുതി വെച്ച ഓരോ വാക്കുകൾക്കും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതവരുടെ വേദഗ്രന്ഥത്തിൽ ഉള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും പഴയ ഒരു വേദഗ്രന്ഥത്തിലെ താളികളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ ഡ്രാഗൺ പടം നോക്കിയേ, ഇത് ഭംഗിയുണ്ട് അല്ലേ? ആ തിരിച്ചോ, പോയി തിരിക്കേ, അവർക്ക് തിരിക്കണോ? തിരിച്ചോളൂ, പ്രാർത്ഥിച്ച് തിരിക്കൂ, എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച്. ഓക്കെ ഓക്കെ, മതി മതി. ഇവിടെയും പ്രാർത്ഥനാ വീലാണ്, ഇവിടെയൊക്കെ പ്രാർത്ഥനാ വീലാണ്. ഇതാണ് നമ്മൾ കയറിപ്പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഈ ബുദ്ധൻ്റെ ജീവിതത്തിലെ വിവിധ കഥകൾ ഒക്കെ തന്നെ ചിത്രങ്ങളായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഓരോ സംഗതികളുണ്ടാവും, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഈ ചിത്രങ്ങൾക്ക്. ഇനി ഇങ്ങോട്ടാ ഇത് വഴി, ഇത് വഴി തന്നെ അല്ലേ? ഓക്കെ, വഴി ഇതാണ്. നമ്മൾ രണ്ടാമത് കയറി ചെല്ലുന്ന ഒരു സ്റ്റോറുണ്ട്. ഇവിടെയും എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ നോക്കാം. വാ വാ, വാതിൽ കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള വാതിലാണ്. ഇങ്ങനെ ഒരു കോറിഡോറിലൂടെ നമ്മുടെ ഉള്ളിലോട്ടേക്ക് പോവുകയാണേ. എല്ലാം ലാമമാരാണ്. ഇവിടെ ഒരുപാട് ആളുകൾ, പ്രീസ്റ്റുമാരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മന്ത്രം ചൊല്ലിയിട്ടുള്ള ആ ഒരു പ്രയർ വീലാണ് കേട്ടോ. ഓം മണി പത്മേവം. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ മുകളിലോട്ടേക്ക് പോകാൻ. ആ സ്റ്റെപ്പുകൾ കയറിയാൽ നമ്മളൊരു വളരെ വിശാലമായിട്ടുള്ള വലിയൊരു കെട്ടിടത്തിൻ്റെ മുന്നിലേക്കാണ് എത്തുന്നത്. ഈ ചുമര് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു പഴക്കം. ഇവിടുത്തെ വാതിലുകളൊക്കെ ശ്രദ്ധിച്ചില്ലേ, വിറകുകൾ അടുക്കി വെച്ചിരിക്കുന്നു. വീണ്ടും നമ്മളൊരു സ്റ്റെപ്പുകളിലേക്ക് എത്തുകയാണ്. എന്നാൽ തവാങ് പട്ടണത്തിൻ്റെ നല്ലൊരു കാഴ്ച കിട്ടും കേട്ടോ. ധാരാളം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഒരു മെയിൻ കെട്ടിടമാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ിരിക്കുന്നത് സെൻറ്റർ ഫോർ ബുദ്ധിസ്റ്റ് കൾച്ചർ സ്റ്റഡീസ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. തവാങ് മൊണാസ്ട്രി സ്കൂളാണ് കേട്ടോ. ഇതുവരെ വേദപഠനശാലയാവും ബുദ്ധമതത്തിൻ്റെ. നോ അഡ്മിഷൻ. വേറൊരു കെട്ടിടമാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. 60 എണ്ണായിട്ടുണ്ടെന്നാണ് പറയണേ. ഇത് ഓരോ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കി. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. നമ്മൾ ആ മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. വലിയൊരു കൊടിമരമുണ്ട്.
ഈ പിന്നെ കൺസ്ട്രക്ഷൻ 1997 ഒക്ടോബർ 15-നാണ്. ദലൈലാമയാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് നമുക്ക് കയറി നോക്കാം. പ്ലീസ് റിമൂവ് യുവർ ഷൂസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുഴുവൻ ചിത്രങ്ങളാണ്. ഇത് ബുദ്ധമതത്തിൻ്റെ ഓരോ സവിശേഷതകളും പ്രതിപാദിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ബുദ്ധമത ദർശനങ്ങളാണ്. അവരെ പാലി ഭാഷയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. പാലി ഭാഷയിൽ, ബുദ്ധമതത്തിൻ്റെ ഭാഷയാണല്ലോ പാലി ഭാഷ. കാണേണ്ടത് തന്നെയാണ് കേട്ടോ. എന്തോ കോഴിയും പിന്നെന്താ, ഇതൊരു കോഴിയാണ്. ഇതൊരു കോഴിയും വേറെന്തോ പന്നിയാണോ? പന്നിയാണെന്നോ, പന്നിയും കോഴിയും ഒക്കെയാണ്. പലതരം ജീവജാലങ്ങൾ, അതിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതേതോ ബുദ്ധ സന്യാസിയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധ പ്രതിമയുണ്ട് കേട്ടോ. അടിപൊളി ബുദ്ധ പ്രതിമയുണ്ട്. നമുക്കിനി മ്യൂസിയത്തിലേക്കാണ് പോകേണ്ടത് കേട്ടോ. ഇവിടെ ഒരു ഗംഭീര മ്യൂസിയം ഉണ്ട്. ആ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അതൊക്കെ മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് സഹായമാകുന്ന നല്ലൊരു മ്യൂസിയമാണ്. നമുക്ക് അതൊന്ന് പോയി കാണാം. ഇവിടെ ചോളമാണോ ഗോതമ്പാണോ എന്നറിയില്ല. അതെന്തോ ക്ലിയർ ചെയ്യാണ്. അരിയാണെന്ന് തോന്നുന്നു. ഇത് അരിയല്ല. ഇതെന്താ സാധനം? ഗോതമ്പാണോ? ഇതാണ് മ്യൂസിയം. ഇതിൻ്റെ പുറം ഭാഗം ഇതാണ് കേട്ടോ. ഓഫീസ്, ഇതിൻ്റെ ഈ മൊണാസ്ട്രിയുടെ ഓഫീസാണ്. ആ പട്ടിയുടെ സ്റ്റൈൽ നോക്കി. ഇവരൊക്കെ ഇവിടെ കാണാൻ വന്ന ടൂറിസ്റ്റുകളാണ്. ഇതിൻ്റെ ഗേറ്റാണ് കേട്ടോ, എൻട്രൻസാണ്. ഇതുപോലത്തെ ധാരാളം കവാടങ്ങൾ ഇവിടെ കാണാനുണ്ട്. മനോഹരമായ കവാടങ്ങൾ കാണാനുണ്ട്. ഇത് നേരെ റോഡിലേക്ക് എത്തി. അത് കൊള്ളാലോ. നമ്മൾ പോയ വഴിയാണോ? അല്ല, ഇത് വേറെ സെക്ഷനാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അത് കൊള്ളാലോ. ഉണ്ടോ? ഭയങ്കര കാഴ്ചയാണ് ഇവിടെ. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. ആഹാ, ഇവിടെ പോയാൽ അത് കാണാൻ പറ്റേ. കുറച്ചും കൂടെ ഇങ്ങോട്ട് പോകണം. ഇതൊരു വ്യൂ പോയിൻ്റാണ്. നമ്മളെ വെസ്റ്റേൺ ഗാർഡ്സ് പോലെ. ഭയങ്കര പച്ചപ്പ്, ഒരു വെള്ളച്ചാട്ടം, അടിപൊളിയാണ് കാണാൻ കേട്ടോ. ഭയങ്കര ഫോറസ്റ്റ് ഏരിയ ആണിത്. അയ്യോ, അവിടെ ഒരു കുരങ്ങൻ ഇരിക്കുന്നു. ഇതേ ഒരു കുരങ്ങൻ. മങ്കി. പ്രവേശന കവാടത്തിലെ ചിത്രങ്ങളാണ്. ഒരു ഡ്രാഗൺ ഉണ്ടോ? അടിപൊളി കുരങ്ങൻ. എല്ലാം ഈ പിന്നെ ഓരോ മൃഗങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ ഓരോ ചുമർ ചിത്രങ്ങൾ കേട്ടോ. ഇത് എന്തോ ഒരു അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വിളക്കുകൾ നിറയെ കത്തിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുള്ള എൻട്രി ഇല്ല. ഈ റൂം നിറയെ വിളക്കാണ്. ഒരു സ്റ്റേഡിയം ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ? തവാങ്ങിലെ സ്റ്റേഡിയം ആണ് നമ്മൾ
കാണുന്നത് കണ്ടല്ലേ സ്റ്റേഡിയമാണ്. തവാങ് മൊണാസ്ട്രിയിൽ വളർത്തുന്ന അടിപൊളി കോഴിയാണ്. നാടൻ ഗംഭീരനായിട്ടുള്ള ഒരു കോഴിയാണ് കേട്ടോ. ഒരു 1.5 കോഴിയാണേ. ഒരു ഫോട്ടോ എടുക്കട്ടെ. കടയാണ് കേട്ടോ. എന്തെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന ബാഗ്, ടീഷർട്ട്, തുണിസഞ്ചിയൊക്കെ ഉണ്ട്. ഈ ലാമമാർ ഉപയോഗിക്കുന്ന തുണിസഞ്ചിയാണ്. ഓരോ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു ചന്ദനത്തിരിയാണ്. ചന്ദനത്തിരി മേടിച്ചോ, നമുക്ക് വീട്ടിൽ പോയി. ചന്ദനത്തിരി ഉണ്ട്. ഈ ജലപ്രവാഹം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് കറങ്ങണത് കേട്ടോ. കണ്ടോ, അത് കറങ്ങണുണ്ടോ? അത് ആ വെള്ളമാണ് കറങ്ങണത്. ആ വെള്ളത്തിൻ്റെ ഒരു പവറിൽ അത് കറങ്ങുകയാണേ. കണ്ടോ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു ബെല്ലടിക്കുന്നത്. ഇത് പഴയൊരു സംഭവമാണ് കേട്ടോ. ആ ബെല്ലിങ് അടിക്കുന്നതും ഈ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. സയൻസ് പഴയ കാലത്ത് തന്നെ ആ ടെക്നോളജി വർക്ക് ചെയ്തതിൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. നിങ്ങൾ കേട്ടോ, കറക്കുകയാണ്. ആ വെള്ളമാണ് കറക്കുന്നത്. ഗൈസ്, ഇതൊക്കെയാണ് നമുക്ക് ഈ മൊണാസ്ട്രിയിൽ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രിയാണ്. വേൾഡിലെ 2ാം സ്ഥാനം ഉള്ള മൊണാസ്ട്രിയാണ്. ചരിത്രവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ മൊണാസ്ട്രിയിൽ വന്നാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ തവാങ്ങിൽ വന്നാൽ ഈ മൊണാസ്ട്രി നിങ്ങൾ മിസ് ചെയ്യണ്ട. കിടക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. പകലും 11 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ ഇപ്പോഴത്തെ തണുപ്പ് എന്ന് പറയുന്നത്. രാത്രി ഒരു 8 ഡിഗ്രിയൊക്കെ വരുന്നുണ്ട്. മകൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് കേക്ക് കൊടുക്കും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ബർത്ത്ഡേ കേക്ക് കൂടിയില്ല, വേറെ തരത്തിലുള്ള കേക്കുകൾ വാങ്ങി. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ബേക്കറി കടയിൽ വന്നതാണ് തവാങ്ങിൽ. തവാങ് ഒരു ചെറിയ ടൗൺഷിപ്പാണ് കേട്ടോ. മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ മാർക്കറ്റാണ്. ബാലട്ട മുടിയൊക്കെ വെട്ടി ഫുൾ സെറ്റപ്പായി സ്റ്റൈലായിട്ട് ഇരിക്കുകയാണ്. ആണ് തവാങ്ങിലെ ടൗൺ. ഇതാണ് കേട്ടോ. അവിടെയൊക്കെ ചെരുപ്പ്, ഷൂ പോളിഷിങ് ഒക്കെ ചെയ്യുന്നുണ്ടേ. ചെറിയൊരു ടൗണാണ്, അത്ര വലുതൊന്നുമല്ല കേട്ടോ. അല്ലെങ്കിലും ഈ മലയുടെ മുകളിലേ ചെറിയ സ്ഥലമൊന്ന് വെട്ടി ശരിപ്പെടുത്തി കുറച്ച് കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെക്കും. അധികം പോപ്പുലേഷനും ഇല്ലല്ലോ. ഇതാ പോലീസാണെന്തോ. അവിടെ എന്തോ ചെറിയൊരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. ചെറിയൊരു ഷോപ്പ് അരുണാചൽ പ്രദേശ്. ഇപ്പോ തവാങ്ങിലെ ഓൾഡ് മാർക്കറ്റാണ് കേട്ടോ. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഓൾഡ് മാർക്കറ്റ് തവാങ് കാണിച്ചിട്ടുണ്ടേ. അങ്ങാടിയിൽ പോലും പ്രയർ വീലാണ്. പ്രയർ വീൽ വിട്ടിട്ടുള്ള കളിയില്ല. എവിടെ നോക്കിയാലും പ്രയർ വീലാണ്. അവിടെ പച്ചക്കറി കച്ചവടമുണ്ട്, എന്തോ ഉണക്ക സാധനമൊക്കെ ഉണ്ട്. അത് തന്നെ ദാരിദ്ര്യം പിടിച്ച പോലെ രണ്ട് പാത്രത്തിൽ കൊണ്ടുവച്ചിരിക്കും. ഇവിടെ മാർക്കറ്റ് തവാങ്. ഇതാ വാക്ക് ത്രൂ. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. അതിൻ്റെ പ്രവേശന കവാടമാണ് കാണുന്നത്. മാർക്കറ്റ്
തവാങ് ബോംഡില, തവാങ് തേസ്പൂർ, തവാങ് ഗുവാഹട്ടി, തവാങ് ഇറ്റാനഗർ, തവാങ് ടു സെമിതാങ്, തവാങ് ടു ബ്ലൈറ്റെങ്. ഇവിടുന്ന് വണ്ടികൾ പോകുന്ന കേട്ടോ, വലിയ വണ്ടിയും ചെറിയ വണ്ടിയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പടം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് അവിടുത്തെ ട്രാവൽസുകാരാണെന്ന് തോന്നുന്നു, ടാക്സി സ്റ്റാൻഡിലെ ഓൾഡ് മാർക്കറ്റ്. നമുക്ക് യാത്ര എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇവിടെ വന്നാൽ മതി, വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാവേ. നമുക്ക് ബുക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാനുള്ള ബുക്കിംഗ് കിട്ടും. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് അത് അടഞ്ഞ് കിടപ്പാണ്, അതിനുള്ള ആരും കാണാനില്ല. ഓപ്പൺ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ക്ലോസ് ചെയ്താൽ കാണുന്നത്. ഞാൻ നേരത്തെ ഇപ്പോൾ അപ്പുറത്തൊരു ഷോപ്പ് അടഞ്ഞു കണ്ടപ്പോൾ വൈൻ ഷോപ്പിൽ ഒന്നും കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതേ ഇവിടെ വൈൻ ഷോപ്പ് ഓപ്പണാണ് കേട്ടോ. 2 ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇതാ വൈൻ ഷോപ്പ് ഇവിടെ ഓപ്പണാണ്. ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നാട് കൂടെ കാണിക്കാം. ഓക്കെ, ഉണ്ടോ? എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം വില കുറവാണേ. റോയൽ സ്റ്റാഗ് 440. ഓക്കെ ഓക്കെ. ബക്കാഡി ബ്ലാക്ക് 450. 430. ഓക്കെ ഓക്കെ. പിന്നെ ഈ മദ്യ ഷോപ്പുകളുടെ ഒരു സ്ഥിതി എന്ന് വെച്ചാൽ ഈ പൊതുവേ നോർത്തിൽ ഈ മദ്യത്തിന് വില കുറവാണ്. ഏറ്റവും മുന്തിയ ഈ 2000-2500 റേഞ്ചിലൊക്കെയുള്ള നാട്ടിലുള്ള സാധനങ്ങൾ ഒരു 700-750 റേഞ്ചിന് ഇവിടെ വിൽപ്പനയുണ്ട് കേട്ടോ. എനിക്കതിൻ്റെ പേരുകളൊന്നും വലിയ നിശ്ചയില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള 2-3 പേര് അവിടെ കയറി സാധനം വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ പറഞ്ഞതിൽ നിന്നാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത്. ബ്രാൻഡഡ് സാധനങ്ങൾക്കെല്ലാം വില കുറവാണെന്ന് പറഞ്ഞത്. ബുദ്ധനെ കണ്ടില്ലേ? ബുദ്ധൻ്റെ സ്റ്റാച്യു ഉണ്ടോ? നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ട് താഴെ നിന്നിട്ടാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത്. നമ്മുടെ ഹോട്ടൽ ഇവിടുന്ന് കാണാനുണ്ടേ. ഗൈസ്, നമ്മളിപ്പോഴേ അരുണാചൽ പ്രദേശിലെ വാർ മെമ്മോറിയലിൻ്റെ മുന്നിലാണ്. 1962 ഇന്ത്യ ചൈന വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു സ്മാരകമാണ് ഈ വാർ മെമ്മോറിയൽ. ആ സൈനികർക്ക് കൊടുക്കുന്ന ഒരു സ്മാരകമാണിത്. ഇത് പിന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള, ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സ്ഥലമാണ്. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ബുദ്ധിസ്റ്റ് സ്റ്റൈലിലാണ് ഈ വാർ മെമ്മോറിയൽ. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലേസർ ഷോ ഉണ്ട് കേട്ടോ. അത് വൈകുന്നേരം 6 മണിക്കാണ്. വിൻ്റർ സീസണിൽ അത് 4:30 മണിക്കായിരിക്കും. ഇപ്പം അത് 6 മണിക്കാണ്. അരുണാചൽ പ്രദേശിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വാർ മെമ്മോറിയലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ ലേസർ ഷോ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കുന്നതാണ്. ഇതാണ് ഇത് വീരാങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രവേശന കവാടമാണ്. ഇത് വല്ലഭായ് പട്ടേലിൻ്റെ വലിയ ഒരു പ്രതിമയുണ്ട് കേട്ടോ ഇവിടെ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ദേശ് കാ വല്ലഭ്, സ്റ്റാച്യു ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുജറാത്തിലാണ് വല്ലഭായ് പട്ടേലിൻ്റെ ഏറ്റവും വലിയ ഒരു എന്തുള്ളത് പ്രതിമയുള്ളത്. ഇനി നമുക്കതിന് മുകളിലോട്ടേക്ക് കയറി പോവാം. ഇവിടെ ഒരു വ്യാളി ഡ്രാഗണാണ് നമ്മൾ സ്വീകരിക്കുന്നത് കേട്ടോ. ഇതിൽ കയറുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഡ്രാഗണാണ്. അങ്ങനെ പട്ടാളവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഒരു ടൈഗറിൻ്റെ സ്റ്റാച്യു ഉണ്ട്. നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. 2420 ഓഫീസേഴ്സിൻ്റെ സോൾജിയേഴ്സിൻ്റെയും ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ വാർ മെമ്മോറിയൽ. 1962 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്കൊന്ന് ചുറ്റിക്കണം. ഇവിടെ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു ആണ്. ഇവിടെ പ്രയർ വീലുണ്ട്. ഈ മരിച്ചു പോയ ആളുകളുടെ പഞ്ചാബ് റെജിമെൻറ്റ്, രജപുട്ട റെജിമെൻറ്റ്, അവരുടെയൊക്കെ പേര് വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ മലയാളികളൊക്കെ ഉണ്ടാവും. ഉണ്ടല്ലേ? ഗോർഖ റൈഫിൾസ്, അതുപോലെ ഉണ്ടല്ലേ, ഇതെല്ലാം ഗർവാൾ റൈഫിൾസ്. അങ്ങനെ ഈ സേനയിൽ മരിച്ച എല്ലാവരുടെയും പേര് വരും. ഇരുട്ടാവാൻ തുടങ്ങി, വെളിച്ചത്തിൻ്റെ കുറവുണ്ടേ. ആ ലൈറ്റുമൊക്കെ നമ്മളെ ത്രിവർണ്ണ പതാകയുടെ അല്ലേ, 3 കളറിലേ. ഇവിടെയൊക്കെ ഗേറ്റുണ്ട്. ഇവിടെയാ ശിവജിയുടെ ഒരു പെയിൻറ്റിങ്.
ഗേറ്റ് ഉണ്ട് കേട്ടോ. ഇതുവഴിയാണ് കൾച്ചറൽ പ്രോഗ്രാമിന് പോവേണ്ടത്. ഈ അരുണാചൽ പ്രദേശിൻ്റെ സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കൾച്ചർ പ്രോഗ്രാമാണ്. നല്ലതായിരിക്കും. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് തവാങ് തന്നെയാണ്. 3 ദിവസമായിട്ട് തവാങ്ങിലാണ് ഉള്ളത്. അപ്പോൾ തവാങ് എക്സ്പീരിയൻസ്
മാർവലസ്, എമൈസിങ് എന്ന് തന്നെ പറയാം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ, അടിപൊളി കാലാവസ്ഥയായിരുന്നു. ഇന്നലെ വാർ മെമ്മോറിയൽ കണ്ടു, കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. പിന്നീട് എടുക്കാൻ പറ്റിയില്ല, കാരണം മഴ തുടങ്ങി കേട്ടോ. അവിടെ കൾച്ചർ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക, 2-3 പ്രോഗ്രാം മാത്രമേ നടന്നുള്ളൂ. പിന്നീട് അവിടെ ഒരു ലേസർ ഷോ, ഞാൻ ലേസർ ഷോയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കൾച്ചർ പ്രോഗ്രാമിൻ്റെ സ്ഥലത്ത് നിന്ന് മഴയത്ത് എനിക്ക് ആ ലേസർ ഷോയുടെ സ്ഥലത്തേക്ക് എത്താൻ പറ്റിയില്ല, അതാണ് സത്യം. പക്ഷേ ലേസർ ഷോ കണ്ട ആളുകൾ പറഞ്ഞ അത്ര ഒരു ഗംഭീരമായ ഒരു സംഭവമായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ. ഈ അരുണാചൽ പ്രദേശിനെ കുറിച്ചും അതുപോലെ ഈ തവാങ് അതുപോലെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ ആ ലേസർ ഷോ ഉപകരിക്കുന്നുണ്ട് എന്ന് മാത്രം. അതിലപ്പുറം വലിയൊരു അട്രാക്ഷനൊന്നും ഉണ്ടെന്ന് കണ്ടവർ പറഞ്ഞില്ല. ഏതായാലും ഇന്നലത്തെ ആ ഒരു കാലാവസ്ഥ കണ്ടപ്പോൾ അരുണാചലിന് ഇറ്റാർ നഗർ ഭാഗത്തൊക്കെ നല്ല മഴയുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നാട്ടിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിച്ചിരുന്നു, എന്താ അവസ്ഥ, പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ, കാലാവസ്ഥയുടെ സ്ഥിതി എന്താണ്, പലരും പെട്ടുകിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ നമുക്ക് ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്നലത്തെ മഴ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ടായി, ഇതൊരു 4-5 മണിക്കൂർ കണ്ടിന്യൂസ് പെയ്താൽ നമ്മൾ പെട്ടുപോകും. പക്ഷേ മഴ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. പിന്നെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്ന തണുപ്പേ ഉള്ളൂ. ഇന്നലെ രാത്രി എന്ന് പറയുന്നത് ഒരു 7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു രാത്രിയിലെ തണുപ്പ്. രാവിലെ ഒരു 3 മണിയാകുമ്പോൾ ഒരു 6 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നുണ്ട്. അതാണ് തവാങ്ങിലെ ഒരു പൊതുവായിട്ടുള്ള തണുപ്പിൻ്റെ ഒരു സ്ഥിതി. പിന്നെ മറ്റൊന്ന് വെച്ചാൽ രാവിലെ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വെളിച്ചാവും കേട്ടോ. സൂര്യൻ നമുക്കിവിടെ ഇപ്പോൾ പകൽ പോലെയാണ്. അങ്ങനെയൊക്കെ പിന്നെ മൊത്തത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ സുഖകരമായ കാലാവസ്ഥയായിരുന്നു. മൊണാസ്ട്രി കണ്ടു ഇന്നലെ, അതൊക്കെ ഇന്നലെ വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലോ. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോകണേ. ആക്ച്വലി നമ്മുടെ യാത്ര ഏകദേശം അവസാനിച്ചതുപോലെയാണ് കാഴ്ചകൾ എന്നുള്ള നിലയിൽ. ഇന്നിനിയിപ്പം നമ്മൾ കാണാനുള്ളത് സേല ടണൽ, സേല പാസ് വഴിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത്. സേല ടണലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. പിന്നെ അപ്പോൾ സേല ടണൽ കണ്ട് അതിങ്ങനെ ഡിറാങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു പോകും. ഡിറാങ്ങിലാണ് ഇന്ന് താമസിക്കുന്നത്. നമ്മൾ ഫസ്റ്റിൽ വന്ന് താമസിച്ചില്ല, ഡിറാങ് അവിടെയാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഗുവാഹട്ടിക്ക് തിരിച്ചു പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് പോകാൻ നോക്കണം. അപ്പോൾ നമുക്ക് യാത്രകൾക്കിടയിൽ മറ്റ് കാഴ്ചകൾ പറ്റാവുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഇന്നലെ നന്നായിട്ട് ഐസ് വീഴ്ചയുണ്ടായിരുന്നു, ഇപ്പോഴും ഐസ് വീണുകൊണ്ടിരിക്കുകയാണ്. ഐസ് വെള്ളം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐസ് വീഴുകയാണ് കേട്ടോ, നന്നായിട്ട് ഐസ് വീഴുന്നുണ്ട്. ഇത് മുഴുവൻ ഇപ്പം മഴയും ഐസും ആയിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. സേല പാസിലാണ് ഉള്ളത്, സേല ടണലിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണുള്ളത്. നമ്മൾ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഇതുവഴി പോകുന്ന സമയത്ത് ഒന്നും തന്നെയും ഇവിടെ അങ്ങനെ ഐസ് വീഴ്ചയോ സംഗതികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ മരങ്ങളൊക്കെ തന്നെ വെള്ളമായിരിക്കുകയാണ്. എന്ത് മനോഹരമായ കാഴ്ചയാണ് കേട്ടോ, എന്ത് കാഴ്ചയാണ്. ഹിമാലയത്തിലെത്തിയപ്പോൾ ഒരു ഐസ് വീഴ്ചയും കൂടെ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കേട്ടോ. ഇതാ വിൻ്ററിൽ വന്നാൽ കിട്ടുന്നൊരു കാഴ്ചയാണ് ഐസ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതാ എൻ്റെ കയ്യിലൊക്കെ കണ്ടോ നിറയെ ഐസ് വീണുകൊണ്ടിരിക്കുകയാണ്. വിൻ്ററിൽ കാണുന്ന കാഴ്ചയാണ്. ഇതാണ് ഹിമാലയം എന്ന് പറയുന്നത്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഹിമാലയം. ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ മുകളിൽ മുഴുവൻ ഐസ് വീണിരിക്കുകയാണ്. ഇതെവിടെയൊക്കെ ഐസാണ് കേട്ടോ, ഐസാണ്. ഇതാ ഐസ് അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കെട്ടിയോളാണ് മാലാക. അടിപൊളിയാണ് കേട്ടോ. വിന്ററിൽ കിട്ടുന്ന കാഴ്ചയാണ്. സേല ടണലിലാണ് ഇത്. ഈ ഒരു മാസം, ഈ ഏപ്രിൽ മാസം ഒരിക്കലും തന്നെ നമ്മളിങ്ങനൊരു ഐസ് വീഴ്ച പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവിടെയൊക്കെ ഐസാണ് വീണിട്ട്, കംപ്ലീറ്റ് ഐസ് വീണിരിക്കുകയാണ്. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഒന്നാം തരം കാഴ്ച. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് സേല ടണലിന് മുന്നിലാണ്. സേല പാസിലാണ് സേല ടണൽ. അതിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. നല്ല ഐസ് വീഴ്ചയാണ് കേട്ടോ, അതിമനോഹരമായൊരു കാഴ്ചയാണ്. ഈ സേല ടണൽ എന്ന് പറയുന്നത് ഒരു 10,000 അടി മുകളിൽ
9,800 അടി ഉയരത്തിലുള്ള ഹിമാലയത്തിലെ അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലുള്ള ഒരു സ്ഥലമാണ് സേല ടണൽ സ്ഥിതി ചെയ്യുന്നത്. തവാങ്ങിനെയും അതുപോലെ തന്നെ ഗുവാഹട്ടി തവാങ്ങിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു എളുപ്പമുള്ള പാതയാണ് ഈ പറഞ്ഞിരിക്കുന്ന സേല ടണൽ എന്ന് പറയുന്നത്. ഇന്ത്യ ചൈന ബോർഡറിലേക്ക് പട്ടാളക്കാർക്ക് വേണ്ടിയിരിക്കുന്ന മെഷീൻസ്, യന്ത്രങ്ങൾ, ആയുധങ്ങൾ പട്ടാളക്കാരെ വളരെ എളുപ്പത്തിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു പാതയും കൂടിയാണ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം ഇവിടെ കുറച്ച് തരുന്നുണ്ട്. പ്രത്യേകിച്ച് വിൻ്റർ സീസണിലുള്ള ഈ വഴിക്കാണ് നമ്മുടെ പട്ടാളക്കാർ വരുന്നത്, സിവിലിയൻസ് വരുന്നത്. ഇത് 2024 നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് ഈ ടണൽ. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വിൻ്ററിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് അപ്രതീക്ഷിതമായിട്ട്. ഇപ്പം നോക്കൂ, ഹിമാലയത്തിലെ ഏത് സമയവും കാലാവസ്ഥ മാറാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പാലട്ട എന്താ പറയാനുള്ളത്? പാലട്ട എന്താ പറയുന്നത്? ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതല്ല, അപ്രതീക്ഷിതമാണെന്ന് തോന്നുന്നു. അമിതമായ മഞ്ഞ് വീഴ്ചയാണ്, എവിടെ നോക്കിയാലും മഞ്ഞിൻ്റെ മഴ. അത് മനോഹരമാണ്, അതിമനോഹരം. ഇവിടെയൊക്കെ ഐസ് വീണിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഐസ് വീണിരിക്കുക. കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ പോയി കളിക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ, ഇത് മുഴുവൻ ഐസ് വീണിരിക്കുകയാണ്. ഇവിടെ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. എത്ര കിലോമീറ്ററാണ് ഈ ടണൽ എന്നത് എനിക്ക് നിശ്ചയമില്ല. ഇവിടെ ബോർഡൊന്നും കാണാനില്ല. ഇതാണ് ടണൽ കേട്ടോ. സേല ടണൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന സേല ടണലാണ് കേട്ടോ. ഹായ് ഹായ്, കുട്ടികളൊക്കെ കളിക്കുകയാണ് കേട്ടോ. ഇവിടെ നിൽക്കാൻ പറ്റൂല അധികം നേരം. ഐസ് അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മുഴുവൻ ഐസാണ്. കൈയൊക്കെ മരവിക്കാൻ തുടങ്ങി. എനിക്ക് കൈയൊക്കെ മരവിക്കണം. അടിപൊളി. എൻ്റെ പൊന്നോ, എല്ലാം നനഞ്ഞാട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നാണ്, കോട്ടക്കൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ചേച്ചിയുടെ പേരെന്നാ? രജനി. എന്ത് ചെയ്യും? എവിടെയാ വർക്ക് ചെയ്ത്? എടരിക്കോടാണ്. ഇവിടെ കോട്ടയം, മലപ്പുറം, പാണക്കാട് സ്കൂളിലായിരുന്നു. സാറിന്റെ റിട്ടയറാണ്. എല്ലാവരും കൂടെ ട്രിപ്പിന് വന്നിരിക്കുകയാണ്. അത് ശരി, അത് കൊള്ളാം. എത്ര പേരുണ്ട്? സാറിന്റെ പേരെന്നാ? എൻ്റെ പേര് വിജയകുമാർ. ആ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇപ്പൊ പാക്കേജ് ആയിട്ട് വന്നാണോ? അല്ലല്ലോ, ഞാനിവിടെ വർക്ക് ചെയ്തു. അത് ശരി. റിട്ടയർ ആയി. എവിടെ വർക്ക് ചെയ്യുന്നത്? അരുണാചൽ വർക്ക് ചെയ്യാണ്. അരുണാചൽ എവിടെ? തേജു എന്ന് പറഞ്ഞ സ്ഥലം. തേജു. അതെവിടെ? ഏത് ഡിസ്ട്രിക്റ്റാ? അത് ലോയി ഡിസ്ട്രിക്ട്. അത് ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ കറങ്ങിയിട്ടാണ് ഞങ്ങൾ. അപ്പോൾ ഇവരെല്ലാം കൂടെ കൂട്ടിയിട്ട് പോകുന്നതാണ്. ഓക്കെ സാറേ. അവിടെ നല്ല സ്ഥലമായിരുന്നു. ഓക്കെ ഓക്കെ. പക്ഷെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അവിടെ ഉണ്ട് ഒരു നവോദയ. ആണോ? അത് ശരി. ഈ ടണലിന്റെ ദൂരം എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ ആണ് കേട്ടോ. 1.5 കിലോമീറ്റർ ദൂരത്താണ് ഈ ടണൽ നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണൽ അടൽ ടണലാണെന്ന് എനിക്ക് തോന്നുന്നത്. ലൈറ്റൊക്കെയുള്ള സേല ടണൽ.
ഇപ്പോൾ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് സേലാപ്പാസ് കഴിഞ്ഞ് കുറേ ഓടി കേട്ടോ, കഥയൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ടാണ് വണ്ടിയിൽ നിന്ന് വന്നത്. പിന്നെ ഇപ്പം ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. എന്തതിൻ്റെ പേര് ന്യൂ കമതങ് വില്ലേജ്, ദിറാങ് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. നമുക്ക് ദിറാങ്ങിലേക്കാണ് പോകേണ്ടത്, വെസ്റ്റ് കമാങ്, അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇവിടെ ഒരു സാധാ ഹോട്ടലാണ്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വെച്ച് നിർത്തിയിരിക്കുകയാണ്. ചക്കരേ, ഹലോ. ഈ ക്യാഷ് കൗണ്ടറിലേ ചിന്ന ബേബിമാരെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതാ ഒരു കുഞ്ഞു ബേബി, ഇതൊരു കുഞ്ഞു ബേബി. ഇവരാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത്. നാം ക്യാ? പുപ്പദോവാ. നാം ക്യാ ഹൈ? അംബിത. പിള്ളേരാണ് ഇവിടെയൊക്കെ. റെഡ് ബുള്ള് ഇങ്ങനത്തെ ഈ സാധനങ്ങൾ മുഴുവൻ വെക്കുന്ന കേട്ടോ. റെഡ് ബുള്ളൊക്കെ വെക്കുന്നത്. വണ്ടി ഇതാണ്. പക്ഷേ പുറത്തുനിന്ന് വലിയ സൗകര്യം തോന്നിയില്ല. ഇവിടെ എത്തിയപ്പോൾ നല്ല താളിയാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ, ഉള്ളിൽ നല്ല ചെയറൊക്കെ ഇട്ട് ഇവിടെ ഇതിനുള്ളിൽ നിറയെ ഉള്ള സൗകര്യം. ഈ ഹോട്ടലേ ഇതൊക്കെ നമ്മുടെ സഹയാത്രികരാണ് കേട്ടോ. ഓക്കെ, ചേച്ചി എന്താ പറയുന്നേ? വെജിറ്റബിൾ എന്ത്? താലിയാണ്. ഓക്കെ.